നമ്മളിവിടെ വരുന്നത് വിശപ്പിന് വേണ്ടിയല്ല, രുചിക്ക് വേണ്ടിയാണ് വരുന്നത്. മനസ്സിന് പിടിക്കുന്ന രീതിക്കാണ് നമ്മൾ കഴിക്കുന്നത്, ആസ്വദിച്ച്. വടകര MRAയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഒരു ടേബിളിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചത് കണ്ട്. അപ്പോൾ ഒരു കൗതുകം തോന്നി. നമ്മൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഒരാൾ സ്ഥിരമായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കി വെച്ചതെന്ന് മനസ്സിലായത്. എല്ലാ ദിവസവും കൃത്യം 1 മണി എന്ന ഒരു സമയമുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കും. പിന്നീട് 4-5 മണിക്കൂർ ഇവിടെ ചിലവഴിച്ച് ഏകദേശം 5 മണിയോടെയാണ് മടക്കം. ഇതിനിടയിൽ പല ഐറ്റംസ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. വടകര മണിയൂർ സ്വദേശിയായ വേണു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം റഷ്യയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലമായി MRAയുമായി വലിയൊരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഇദ്ദേഹം. അങ്ങനെയാണ് ഇത്തരത്തിൽ ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ബാക്കി ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എത്ര വർഷമായി ഇങ്ങനെ ഒരു ശീലം തുടങ്ങിയിട്ട്? ഞാൻ ഓൾമോസ്റ്റ് ചെറുപ്പകാലം മുതൽ നോക്കുകയാണ്. മുഹമ്മദ് സാർ മുതൽ ആദ്യം കളത്തപ്പം മുക്കുന്ന തുടങ്ങിയ മുതൽ ആ ബന്ധമാണ്. നമ്മൾ ഫാമിലി വരുവാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ വളർന്ന ശേഷം ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് 25 years ആയിട്ട് ഞാൻ ഇവിടെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഈ 1 മണി സമയം ഈ 1 മണി സമയം പറഞ്ഞാൽ വർഷത്തിനും സമയമാണ്. അപ്പോൾ ഈ സമയത്ത് വരും. 1 മണിയിൽ നിന്ന് ഓരോ ഐറ്റങ്ങളാണ് ഇവിടെ. ഓരോ ഐറ്റം നമ്മൾ പറയുന്ന പോലെ അവരുണ്ടാക്കി തരും. അത്രയും നമ്മൾ മനസ്സിൽ വീട്ടിൽ എങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉണ്ടാക്കി തരുമോ അതുപോലെ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഉണ്ടാക്കി തരും. ആ രുചിയിൽ ഇങ്ങനെ ഇരുന്ന് ഒരു 5 hours 6 hours ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഓൾമോസ്റ്റ് ഒരു 5 മണിക്ക് 6 മണിക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകും. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ എല്ലാവരും പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് പോകും. അതാണ് നമ്മളൊരു രീതി. അപ്പോൾ ഈ 5-6 മണിക്കൂറൊക്കെ ഭക്ഷണത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് അതെന്താ അങ്ങനെ? അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ രുചി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വന്നിട്ട് ഇത് കംപൂച്ച എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റഡ് ചായയാണ്. ഈ ഫെർമെൻറ്റഡ് ചായ റഷ്യ പോലത്തെ സ്ഥലത്താണ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ ഓരോ നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഞാൻ മുഹമ്മദ് സാറിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ഈ നാട്ടിൽ പോയിന് ഇങ്ങനെ ഇത് കഴിച്ചതിന്. അപ്പോൾ ഇവർ നമുക്കായിട്ട് ഉണ്ടാക്കി ഓർഡർ ചെയ്ത് തരും. ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി തരും, ഇല്ലാത്തത് പുറത്തുനിന്ന് വാങ്ങിയും തരും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമുള്ളതാണ്. അതേപോലെ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരും പറഞ്ഞ് നമ്മൾ ഫാമിലിൻ്റെ പോലെയാണ്. എന്തുണ്ടായാലും നമുക്ക് ഏത് സമയം നമുക്ക് കയറാം. ഏത് രാത്രി 1 മണിക്ക് കയറിയാലും ഇവിടെ നമുക്ക് ഭക്ഷണം റെഡിയാണ്. നമ്മൾ പറയുന്ന സാധനം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കഴിക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് എന്താ ഇവിടുത്തെ ഫേവറേറ്റിൽ വന്നിട്ട് എനിക്ക് പിടിച്ച വന്നിട്ട് എഗ് ഫ്രൈഡ് റൈസ്, പനീർ ബട്ടർ മസാല, പിന്നെ ഒന്ന് ചിക്കൻ ടിക്ക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ശരീരത്തിന് നല്ല പിടിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ എത്ര വർഷത്തോളമായി MRAയിലെ സന്ദർശകനായിട്ട്? 25 years. 25 years മുടങ്ങാതെ ഇവിടെ വരും, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് എങ്ങനെയാണ് അവധിക്ക് വരുമ്പോൾ എങ്ങനെയാണത്? അവധിക്ക് വരുമ്പോൾ ഇവിടെ വരും. മോസ്റ്റ്ലി വന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയം MRAയിലാണ് സമയം. വീട്ടിനെക്കാട്ടും ഇവിടെ സമയം ചിലവഴിക്കുക. അപ്പോൾ പുറമെ പോകുന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകുന്നുണ്ടെങ്കിൽ മെഡ്രാസിലെ MRA അവിടെ കയറും. പിന്നെ തലശ്ശേരി ഭാഗം പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള MRAയിൽ കയറും. അങ്ങനെ ഓരോരോ വ്യത്യാസം. ഇപ്പോൾ ഖത്തറിൽ പോയാലും അവിടെയുള്ള MRAയിൽ കയറും. അങ്ങനെ ഓരോ ഏത് പ്രോപ്പർട്ടിയിൽ പോയാലും MRA കയറാണ്ട് നമ്മൾ പോകില്ല. എവിടെയാണെങ്കിലും MRA ആണ് ഓപ്ഷൻ. ഇദ്ദേഹം 25 വർഷത്തോളമായി MRAയിലെ സ്ഥിരം സന്ദർശകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ 6 മാസക്കാലമാണ് നാട്ടിൽ അവധിക്ക് വരുന്നത്. ഈ 6 മാസത്തിൽ എല്ലാ ദിവസവും വടകര MRAയിലെത്തും. ഇനി വടകരയ്ക്ക് പുറത്താണെങ്കിൽ തലശ്ശേരി ആണെങ്കിൽ അവിടെ എവിടെയാണെങ്കിലും MRAയിലെത്തും, ഭക്ഷണം കഴിക്കും. ആവശ്യമുള്ളത് ഒരുപാട് ഭക്ഷണം ഓർഡർ ചെയ്തത് കാണുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ. അപ്പോൾ നമ്മൾ പൊതുവെ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് കഴിക്കുന്നതും എണ്ണ അത് ഇത് അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും? ഇത് ആക്ച്വലി MRAയിൽ എന്ന് പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഹോംലി ഫുഡാണ്. നമുക്ക് ചായ മുതൽ മസാല ചായ കോഴ്സ് കഴിഞ്ഞാൽ മസാല ചായ കൊടുക്കുന്നതും കൂടി നല്ല മസാലവും പിന്നെ കാർഡമമും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യം അവർ ചെയ്താലും നല്ല ഒന്നിൻ്റെ ഫുഡ് വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് മനസ്സിനും ശരീരത്തിനും പിടിക്കുന്ന രീതിയിലാണ് അവരുണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ കഴിക്കുന്നതിന് ഒരു ടൈമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയോ ഉണ്ടോ? ഇല്ല, ടൈമൊന്നുമില്ല. ഉച്ച സമയം പറഞ്ഞാൽ രാവിലെ 1 മണിയിൽ നിന്ന്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയം വന്ന് ഇവിടെ 8 മണിക്ക് തുറക്കും. 8 മണിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബേസിക് നാടൻ ഫുഡ്, കടല, ആപ്പം, പിന്നെ ഓംലേറ്റ് എല്ലാം കാര്യം കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയിൽ നിന്ന് എല്ലാം വെറൈറ്റി ഓഫ് മെനൂസ്, പിന്നെ സൗത്ത് ഇന്ത്യൻ ആസ് വെൽ ആസ് നോർത്ത് ഇന്ത്യൻ, അപ്പുറം പിന്നെ മെഡിറ്റേറിയൻ ഫിഷ് ഐറ്റംസ് എല്ലാം ഐറ്റം നമുക്ക് കിട്ടും. പിന്നെ ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഫ്രഷ്ലി സ്ക്വീസ്ഡ് ആണ്. ഓറഞ്ച് ജ്യൂസ് മുതൽ ക്യാരറ്റ് ജ്യൂസ് വരെ നമുക്ക് ഐസ് ഗീസ് ഒന്നും മിക്സ് ചെയ്യാണ്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നതാണ്.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തെല്ലാണ് തുടങ്ങുക, എന്തിലാണ് അവസാനിക്കുക? ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിൽ രാവിലെ സമയത്ത് 8 മണിക്ക് അങ്ങനെ സമയത്ത് വാക്കിംഗ് പോകുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഇവിടെ കയറും. അപ്പം വന്നാൽ ഫ്രഷ്ലി സ്ക്വീസ്ഡ് ഓറഞ്ച് ജ്യൂസൊക്കെ കഴിക്കുക. പിന്നെ നല്ല ക്രോസാൻ ഉണ്ട്, വെറൈറ്റി ഓഫ് ബ്രെഡ്സ്. അതിൽ ക്രോസാനും ഡൈനീസ് പേസ്ട്രി എന്ന് പറഞ്ഞ് പേസ്ട്രി ഉണ്ട്, അത് കഴിക്കുവാണ്. പിന്നെ അതിനുശേഷം വന്നിട്ട് ഡബിൾ സണ്ണി സൈഡ് അപ്പം പറഞ്ഞ എഗ് ഉണ്ട്, ആ എഗ് കഴിക്കും. അത് നല്ല ശരീരത്തിന് പിടിക്കുകയാണ്. അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് വാക്കിംഗ് എല്ലാം പോയിട്ട് പിന്നെ ഉച്ചഭക്ഷണത്തിന് തിരിച്ചു വരും. അപ്പോൾ ഈ 1 മണിക്ക് എന്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് വന്ന് സ്റ്റാർട്ടറാണ്. ഇവിടെ കമ്പൂച്ച ഇതുപോലത്തെ ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. ഇത് പിന്നെ കാഷ്നട്ട്സ്, ഇതുപോലത്തെ കാഷ്നട്ട്സ്, പിന്നെ വേഫേഴ്സ് ഇതുപോലെ കഴിക്കുക. പിന്നെ അതിനുശേഷം വന്നത് സ്ട്രേറ്റ് ഒക്കെ മീൽസിന് പോവുക. മെയിൻ കോഴ്സായിട്ട് സംടൈംസ് എഗ് ഫ്രൈഡ് റൈസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാടൻ താലി ആയിരിക്കും. അങ്ങനത്തെ ഐറ്റങ്ങളാണ് കഴിക്കുക. അപ്പോൾ ഒരു 5-6 മണി വരെ ഇങ്ങനെ ഇങ്ങനെ സ്വാദിച്ച് ഇപ്പൊ നമ്മൾ പറയില്ല വിശപ്പിന് വേണ്ടി കഴിക്കുന്നത്. നമ്മളിവിടെ വരുന്ന ഒരു വിശപ്പിന് വേണ്ടിയല്ല, രുചിക്ക് വേണ്ടിയാണ് വരുന്നത്. ആൾക്കാർ മനസ്സിന് പിടിക്കുന്ന രീതിക്കാണ് നമ്മൾ കഴിക്കുന്നത്, ആസ്വദിച്ച് കഴിക്കുക. 5-6 മണിക്കൂർ ഇരുന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണെന്ന്. എന്തായാലും 1 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കും. 5-6 മണി വരെ ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ് അല്ലേ? എല്ലാവരും ഫാമിലി. നമ്മൾ വന്നാൽ ഇരുന്നാൽ അവർക്കറിയാം ഞാൻ വെള്ളം കുടിക്കുമോ, ഇന്ന് ഞാൻ സോഡ കുടിക്കുമോ ഇല്ല കമ്പൂച്ച കുടിക്കുമോ, ഞാൻ ചോദിക്കാണ്ട് തന്നെ അവർ വെള്ളം വന്നു തുടങ്ങും. അത് മാത്രമല്ല വേറൊരു കാര്യം, ഈ ഒരു സീറ്റ് കൂടിയാണ്. എപ്പോ വന്നാലും ഇത് ഫേവറേറ്റ് ആണ് ഈ സ്ഥലം. നമുക്ക് ഈ ടേബിളിൽ വന്ന് ഞാൻ മാത്രമേ ഇരിക്കുള്ളൂ. വേറെ ആരും വന്നാലും കൂടി അവർ പറയും ഇവിടെ ഓക്കുപൈഡ് ആണെന്ന് പറഞ്ഞ് അവരെ അയച്ചേക്കും. അവർ വേറെ ടേബിൾ ഓക്കുപൈഡ് ചെയ്യും. അവർ ഞാൻ മാത്രമേ ഇവിടെ ഈ ടേബിളിൽ ഇരിക്കും. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? ഇപ്പൊ 2 ആഴ്ച. ഇനി 6 മാസം ഇവിടെ 6 മാസം. അത് കഴിഞ്ഞ് പോയാൽ പിന്നെ വരുന്ന സമയത്ത് വീണ്ടും പിന്നെയും വരും. ഇതിനിടയിൽ എവിടെ പോകുന്നുണ്ടോ അവിടെ ഒക്കെ MRIയിൽ പോകും, ജീവിതകാലം മുഴുവൻ പോകും. എന്തായാലും ഭക്ഷണത്തോടുള്ള ഇഷ്ടം, അതിനേക്കാൾ അപ്പുറം MRI ആയിട്ടുള്ള ഒരു ബന്ധം, എന്ത് തന്നെയായാലും ഒരു കൗതുകം എന്ന രീതിയിലാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ഭാവവും. താങ്ക് യു സോ മച്ച്. നമ്മുടെ വേണുവട്ട് 10-14 വർഷമായി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറയുക, പലതരത്തിലുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുകയും അതുപോലെ ഒരു 12 മണിയാണ് സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ആസ്വദിച്ച് കഴിച്ച് ഒരു 4-5 മണിക്ക് ഇവിടുന്ന് പോവുക. പിന്നെ റഷ്യയിലെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറെ എവിടെയും പോവില്ല, കടയിൽ നമ്മുടെ MRI തന്നെ ഉദ്യോഗം വരും. പിന്നെ നമ്മളായിട്ട് നല്ലൊരു ബന്ധമാണ്. പിന്നെ അതുകൂടാതെ അവർ സ്ഥിരം സീറ്റാണുള്ളത്. ഈ സീറ്റിന് നമ്മൾ വേണു സീറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവിടെ വേറെ ആരും അങ്ങനെ അറിയിക്കാറില്ല. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.